ഗംഭീര ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ. അങ്ങനെ കാണാനായിട്ട് നിരവധി ആളുകളാണ് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവരെ അങ്ങനെ തൃശ്ശൂരിന്റെ പല മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് പരിചയപ്പെടണം, അവർക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം, ബീച്ച് ഫെസ്റ്റിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയണം. അവിടെ സ്റ്റേജിൽ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ തുടക്കം കുറിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും കുറേ പ്രത്യേകതകൾ കാണാനുണ്ട്. എന്തായാലും മണപ്പുറം ബീച്ച് മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ കൈമണം ബീച്ച് ഇങ്ങനെ പരന്ന് കിടക്കാണ് ആസ്വാദനത്തിൻ്റെ വേറെ ലെവലിലേക്ക്. 11 വർഷത്തേക്ക് വന്നിരിക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ ജനകീയമാണ്, ഏറെ ഇഷ്ടപ്പെടുന്നതാണ്, ഏറെ പുതിയതുള്ളതാണ്. നമുക്ക് അടുത്തറിയാം. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ കൈമറം ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കുറേ അട്രാക്ഷൻ ഉണ്ട്. അതിൽ ഒന്നാണ് ഫുഡ് ഏരിയ. അതായത് മനസ്സ് നിറയെ ഭക്ഷണം കഴിക്കാം, അത് വ്യത്യസ്ത രുചിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും. അതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ കുടുംബശ്രീയുടെ ഈ ഒരു ഭക്ഷ്യമേള തന്നെയാണ്. പലപ്പോഴും കുടുംബശ്രീയുടെയാണ് ഈ ഒരു ഭക്ഷ്യമേള നടക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള നിരവധി വിഭവങ്ങളുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പോൾ എത്ര നാളായി കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്? 8 വർഷമായിട്ട്. അപ്പോൾ ചേച്ചിയുടെ പ്ലാനാണോ ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്? ആദ്യമായിട്ടാണോ നമ്മുടെ കൈമ്പുറത്ത് വരുന്നത്? ഈ പരിപാടിക്ക്, അതായത് ഈ ഫുഡ് മേള അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? അതായത് ഇതിനു മുന്നേ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഫുഡ് സ്റ്റാളായിട്ട് പോയിട്ടുണ്ട്? വീട്ടിൽ ഹോം മെയ്ഡ് ഫുഡ് അല്ലേ? അപ്പോൾ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വല്ല ഹോട്ടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംരംഭം നടത്തുന്നുണ്ടോ? ഓർഡർ പ്രകാരം ആണ്. ഓക്കെ, ഇത് മകനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അവനോട് കുറച്ച് വിശേഷം ചോദിക്കട്ടെ ഞാനൊന്ന്. എത്ര പഠിക്കുന്നത്? എവിടെയാ? നമ്മുടെ കൈമറ സ്കൂളിലാണ് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ ചേച്ചി, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലുകൾ? എന്തൊക്കെയാ സ്പെഷ്യല്? കൂർക്ക ബീഫ്, കൊള്ളി ബീഫ്, പിന്നെ തട്ടുദോശ. തനിമ കാറ്ററിംഗ് യൂണിറ്റ് കുടുംബശ്രീ അത് ഞങ്ങളുടെ ജില്ലാ മിഷന്റെ ഭാഗമായിട്ട്, തൃശ്ശൂർ ജില്ലാ മിഷന്റെ ഭാഗമായിട്ട് അതിന്റെ ആരെങ്കിലും ഇവിടെ കൂടെ വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, അപ്പോൾ നമ്മുടെ തനിമ കാറ്ററിംഗ് യൂണിറ്റ് കുടുംബശ്രീ തൃശ്ശൂർ ജില്ലാ മിഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് ആളെ പരിചയപ്പെടാം. ചെയർപേഴ്സൺ ആണത്. ഓക്കെ, അതൊക്കെ ആദ്യം ചെയർപേഴ്സണിനെ പരിചയപ്പെടാം. ചെയർപേഴ്സൺ വരൂ, ഇങ്ങോട്ട് വരൂ. എന്തായാലും നമുക്ക് കുടുംബശ്രീയുടെ അതല്ലേ? ഓക്കെ, എന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്റ്റാൾ എന്ന് പറഞ്ഞാൽ സംരംഭ യൂണിറ്റുകൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റാളുകൾക്ക് ഒരു വരുമാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം അതിന് തയ്യാറായിട്ടുള്ള സ്ത്രീകളുണ്ട്, അവർക്ക് യൂണിറ്റുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറച്ച് ടീമുകളെ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള അത് ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നത് തന്നെയാണ്. വിവിധ ഫെസ്റ്റിവലുകൾ പോകാറുണ്ട്, അതുപോലെ തന്നെ സരസമേളകളിൽ പങ്കെടുക്കാറുണ്ട്. നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വരുമാനം കൂടി കിട്ടുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതിനുള്ളൊരു അവസരം നമുക്ക് കുടുംബശ്രീ ചെയ്തു കൊടുക്കുക. അപ്പം ഇത്തവണ ഞങ്ങൾക്ക് ജില്ലാ മിഷന്റെ സഹായം കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് പ്രകാരമാണ് ഞങ്ങൾ 3 സ്റ്റാള് തവണ എടുത്ത് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞ് അത് ഞങ്ങളുടെ DMC തന്നെയാണ് വന്നിട്ട് ചെയ്തത്. നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. ഒപ്പം തന്നെ ഞങ്ങളും ഞങ്ങളുടെ ടീം അംഗങ്ങളോട് സപ്പോർട്ട് ചെയ്തു. അതല്ലേ? എന്തായാലും ഇത് നമ്മുടെ വീട്ടില് പ്രത്യേകിച്ച് കുടുംബശ്രീയിലെ അംഗമായിട്ടുള്ള ഓരോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെപ്പോലുള്ള വലിയ. അപ്പോൾ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫുഡിന്റെ കാര്യങ്ങളും അതുപോലെ മറ്റു വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ കുടുംബശ്രീ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏറ്റവും പുതുമയുള്ള ഫുഡ് മാത്രമാണോ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇഷ്ടംപോലെയുണ്ട്. ചിപ്സുകൾ, പലഹാര യൂണിറ്റുകൾ, അതുപോലെ തന്നെ ടൈലറിംഗ് യൂണിറ്റുകൾ. ഇന്ന് നൂതനമായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ നമ്മുടെ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്നുണ്ട്. അവർക്കുള്ള സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കാരണം അവർക്ക് പല ആളുകൾക്കും ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യണം. അപ്പം ആ സപ്പോർട്ട് ചെയ്യാനുള്ള പിന്തുണ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ അമ്മമാർ കുടുംബശ്രീയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള അമ്മമാർ മുന്നോട്ട് വരാനായിട്ട്
ഇതേപോലെയുള്ള ചേച്ചിമാരുടെ ഒരു സപ്പോർട്ട്, അമ്മമാരുടെ സപ്പോർട്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയത് ചേച്ചിക്ക്? അങ്ങനെ ഞാൻ ഒന്നെടുത്ത് പറയുന്നത് ശരിയല്ല. എല്ലാവരും ഒരു അമ്മയല്ലേ, അമ്മ മക്കളെ വേർതിരിച്ച് കാണാൻ പാടില്ല. എന്നാലും ഫുഡ് ഏതായിരുന്നു? ഇതില് തനിമ കാറ്ററിംഗ് യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ സരസമേളകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു യൂണിറ്റ് കൂടിയാ. അവരുടെ ഫേവറേറ്റ് ഐറ്റം എന്ന് പറഞ്ഞാല് നെയ്ച്ചോറും ബീഫും. കോഴിക്കോട് കഴിഞ്ഞ സരസമേളയിൽ പങ്കെടുത്തു, എല്ലാ സരസമേളയിലും പോവാറുണ്ട്. നല്ല തൃശ്ശൂരിന്റെ തന്നെ അഭിമാനമായിട്ടാണ് ഞങ്ങളുടെ വലപ്പാട് CDSന്റെ തനിമ കാറ്ററിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ തന്നെയാണ്, പഞ്ചായത്ത് അനുവദിച്ചു തന്നിട്ടാണ് നമ്മൾ അവിടെ ഒരു കിയോസ്ക് ആരംഭിച്ചിട്ടുള്ളത്. കാണുന്നത് കിയോസ്ക്, അതും ജില്ലാ മിഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ആരംഭിച്ചിട്ടാണ്. അവിടെയും ഓക്സിലറി അംഗവും കുടുംബശ്രീ അംഗവും കൂടിയിട്ടാണ് അതിന്റെ വിപണനം നടത്തുന്നത്. സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും കുടുംബശ്രീയെ സപ്പോർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതാണ് നമ്മുടെ അമ്മമാർക്കുള്ള സപ്പോർട്ടാണ് ചേച്ചിമാരെ പോലെ വരുന്നത്. ആ ചേച്ചി എന്ത് തീരദേശ കോർഡിനേറ്ററാണ്, അതുപോലെ തന്നെ ബ്ലോക്ക് കോർഡിനേറ്റർമാരാണ്, തളിക്കുളം ബ്ലോക്ക് കോർഡിനേറ്റർമാരാണ്, ജില്ലാ മിഷന്റെ സ്റ്റാഫുകളാണ് അവർ. അതല്ലേ, അപ്പൊ ഇവരിവിടെ സജീവമായിട്ട് ഇവരൊപ്പം തന്നെ അല്ല, ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂർ ജില്ലാ മിഷന്റെ കൂടിയാണല്ലോ. വലപ്പാട് പഞ്ചായത്തിലാണ്, എന്നാൽ ജില്ലാ മിഷന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളിത് ഈ ഒരു സ്റ്റാള് ചെയ്യുന്നത്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് PC-മാർ ഞങ്ങളൊപ്പം തന്നെയുണ്ട്. അതല്ലേ, ഓക്കെ, തീർച്ചയായിട്ടും വളരെ സന്തോഷം. സന്തോഷം.